ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന CBI കുറ്റപത്രം പുറത്തുവന്നതിനു പിന്നാലെ പ്രതികരിച്ച നമ്പിനാരായണൻ സത്യം പുറത്തുവരുമെന്ന് അറിയാമായിരുന്നു. മറിയം റഷീദയുമായി ഒരു ബന്ധവുമില്ലെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാനാകുമെന്നും നമ്പിനാരായണൻ പറഞ്ഞു. നീതിക്ക് വേണ്ടി പോരാടി അത് ലഭിച്ചെന്നും നമ്പിനാരായണന്റെ പ്രതികരണം. താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ആരാണ് യഥാർത്ഥ തെറ്റുകാരൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പോരാടിയത്. 24 വർഷം അതിനുവേണ്ടിയാണ് പൊരുതിയതും. 2018 വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നതെന്നാണ് നമ്പിനാരായണന്റെ ആദ്യ പ്രതികരണം വന്നത്. സ്റ്റെപ്പ് വന്നത് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരോ തെറ്റ് ചെയ്തിട്ടില്ല. അത് ആരാണെന്നുള്ളത് നിരൂപിക്കാൻ വേണ്ടി അടുത്ത 20 years അങ്ങനെ 20 വർഷം അങ്ങനെ 24 വർഷം എടുത്തു. അതിനാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നത് 2018. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇപ്പം ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. ജെയിൻസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് വേർ അപ്രൂവ്ഡ് ബൈ ദ സുപ്രീം കോർട്ട്. പക്ഷേ അതോടുകൂടെ എനിക്കുള്ള ഇൻട്രസ്റ്റ് പോയി. അതായത് എനിക്കുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോൾ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ നെവർ ബാദേഡ്. പലരും ചോദിക്കും എന്നോട്, സാറേ എന്തുമായി, അത് കേസ് അതിന് ശേഷം ഒന്നും കേട്ടില്ലെന്ന് പറയും. എനിക്കും അറിയില്ല. പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചു എന്താണെന്ന് ചോദിച്ചു. ആരും ചാർജ് ഷീറ്റ് കാണിച്ചില്ല ആർക്കും. അപ്പോൾ ഞാനും വിട്ടു. നമ്മൾ ഇതിനേക്കാൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്കൊന്നുമില്ല. കുറ്റപത്രം വന്നതിന് പിന്നാലെ പ്രതികരിക്കുമ്പോഴും കസ്റ്റഡി കാലം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്പിനാരായണൻ. അറസ്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടാണെന്നും അദ്ദേഹം ഓർത്തെടുത്തു. അതിന് ഓർക്കാൻ നല്ല ഒരു കാര്യമാണോ? എനിക്ക് ഇവരെ പിടിച്ച് അകത്താക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? സത്യത്തിലില്ല. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഫെഡപ്പ് 30 വർഷം ഇതിന് പുറന്നിട്ടുള്ള ആ വേദന എന്താണുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമേ. ഭയങ്കര കഷ്ടമാണത്. ഇറ്റ്സ് നോട്ട് എ ഈസി ജോക്ക്. 30 years 30 വർഷം അത് ഒരു നിവൃത്തിയില്ലാതെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു നാട്ടിൻ്റെ ലൈഫ് തന്നെ മനസ്സിലാക്കി ആർക്കാണ് അതിനെക്കുറിച്ച് ബോധറേഷൻ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. എനിവേ ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതോടെ കൂടുതൽ ചർച്ചകളിലേക്ക് വീണ്ടും കേസ് എത്തുകയാണ്. ജനം, തിരുവനന്തപുരം.